നമുക്ക് ഞാൻ ജയിക്കാൻ പണിക്കുവാണ്. നിങ്ങൾ ആരും പൈസ തരുന്നില്ല. ഞാൻ ജയിക്കാൻ വേണം എനിക്ക് പണിക്കുന്നത്. നിങ്ങൾ ആരും പൈസ തരുന്നില്ല. ഈ പറഞ്ഞ സർക്കാരും തരുന്നില്ല, ഞങ്ങളും തരുന്നില്ല. നമുക്ക് ജയിക്കണ്ടേ? നിങ്ങളെ അർത്ഥം വെച്ചിട്ട് ഞങ്ങൾ പണി കുറക്കണം. നമ്മൾ സഹിക്കണം. നിങ്ങളെ തല്ലി ഞങ്ങൾ ജയിക്കണം. എന്താ ഇത് നടക്കുമോ? വന്യജീവി ആക്രമണത്തിൽ വയനാട്ടിൽ തുടർച്ചയായി മനുഷ്യജീവനുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ UDF ആഹ്വാനം ചെയ്ത ഹർത്താലിനിടയിലെ ഒരു രംഗമാണ് ഈ കണ്ടത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പലയിടത്തും വാഹനങ്ങൾ തടയുകയും പോലീസുമായി സംഘർഷമുണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ഹർത്താൽ ദിവസം ജോലിക്ക് പോകാനിറങ്ങിയ ഒരു ചെറുപ്പക്കാരനെ ഹർത്താൽ അനുകൂലികൾ തടയുന്നതും തുടർന്നുണ്ടാകുന്ന വാക്കേറ്റവുമാണ് നവമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത്. ചിന്തിക്കാനേറെയുള്ള ചില വാചകങ്ങൾ ആ ചെറുപ്പക്കാരൻ പറയുന്നുമുണ്ട്. ആദ്യം ആ വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങൾ കണ്ടുവരാം. തലച്ചോറ് പുറത്തേക്ക് ഈ കണ്ടിക്കണോ? ഒരു ചെറുപ്പക്കാരന്റെ ഈ കണ്ടെങ്കിൽ ഈ പറഞ്ഞ സർക്കാരും തരുന്നില്ല, ഞങ്ങളും തരുന്നില്ല. നമുക്ക് ജയിക്കണ്ടേ? നിങ്ങളെ അർത്ഥം വെച്ചിട്ട് ഞങ്ങൾ പണി കുറക്കണം. നടന്ന് പണിക്കോയിക്കണം. വണ്ടി വിടൂല. ഈ നടന്ന് പണിക്കോലെ വണ്ടി വിടൂല. നിന്നോ നമ്മൾ സഹിക്കണം. നിങ്ങളെ തല്ലി ഞങ്ങൾ ജയിക്കണം. എന്താ ഇത് നടക്കുമോ? അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. മര്യാദക്ക് പറഞ്ഞപ്പോ പോകുന്നുണ്ടല്ലോ. ആരും ഒന്നും പറഞ്ഞില്ലേ? എന്റെ സംസാരം ശരിയില്ലാത്തോണ്ടാണ് ബാക്കിയുള്ള ആളുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. ആരും ഒന്നും പറയുന്നില്ല. എല്ലാരോടും ഹർത്താലാണ് സഹകരിക്കണമെന്നേ പറഞ്ഞോളൂ. വലിയ ചലച്ച് അതാണ്. ഞാൻ ജീവിക്കാൻ വേണ്ടിയാണ് പണിക്ക് പോകുന്നതെന്നും ഈ പറയുന്ന നിങ്ങളോ സർക്കാരോ ഒന്നും എനിക്ക് പൈസ തരുന്നില്ലെന്നും വന്യമൃഗത്തെയും പേടിക്കണം നിങ്ങളെയും പേടിക്കണമോ എന്നൊക്കെ ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്നുണ്ട്. അതെല്ലാം കൃത്യമായി തന്നെ ഈ വീഡിയോയിൽ കാണാനും സാധിക്കും. തീർച്ചയായും വയനാട്ടിലെ പ്രത്യേകിച്ചും വനാതിർത്തിയിൽ താമസിക്കുന്ന ജനങ്ങളുടെ ജീവിതം അങ്ങേയറ്റം ആശങ്കയിൽ തന്നെയാണ്. കാട്ടാനയും മറ്റു വന്യമൃഗങ്ങളെയും പേടിച്ച് ഓരോ ദിവസവും ഭയന്ന് കഴിയേണ്ട ഗതികേടിൽ തന്നെയാണ് ഒരു ജനത. 2 ദിവസത്തിനിടെ 2 പേരാണ് വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ചൊവ്വാഴ്ച രാത്രി അട്ടമലയിലും തിങ്കളാഴ്ച വൈകിട്ട് നൂൽപ്പുഴയിലും ഉണ്ടായ കാട്ടാന ആക്രമണത്തിലാണ് 2 പേർ കൊല്ലപ്പെട്ടത്. 43 ദിവസത്തിനിടെ 4 പേർ വന്യജീവി ആക്രമണത്തിൽ വയനാട്ടിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ അവസ്ഥയ്ക്ക് സർക്കാർ സംവിധാനങ്ങൾ ശാശ്വത പരിഹാരം കണ്ടേ മതിയാകൂ. ശാസ്ത്രീയമായ വഴികൾ തിരഞ്ഞെടുക്കണം. വേണ്ടി വന്നാൽ വന്യമൃഗങ്ങൾക്ക് കൂടുതൽ സംരക്ഷണം, ഒരുപക്ഷെ മനുഷ്യജീവനേക്കാളും ഒക്കെ വില മൃഗങ്ങൾക്കുണ്ടോ എന്നത് പോലും തോന്നുന്ന ചില നിയമങ്ങളൊക്കെ കാലോചിതമായി മാറ്റണം. അതിലൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷേ എന്ത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ അവകാശമാണെന്ന് പറയുമ്പോഴും അത് മറ്റൊരുവന്റെ സ്വാതന്ത്ര്യവും അവകാശവും തടഞ്ഞുകൊണ്ടാകരുതെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. സമാനമായ സാഹചര്യങ്ങളിൽ വളരെ ഗതികേടിൽപ്പെടുന്ന അല്ലെങ്കിൽ തിരിച്ചൊന്നും പറയാൻ പോലും സാധിക്കാത്ത പല രീതിയിലും തങ്ങളുടെ ദുഃഖങ്ങളും അമർഷവും ഒക്കെ കടിച്ചൊതുക്കേണ്ടി വരുന്ന പല സാധാരണ ജനങ്ങളുടെയും കൂടി നേർചിത്രമാവുകയാണ് ഈ ഒരു ചെറുപ്പക്കാരന്റെ ഈ ചോദ്യങ്ങളും ഈ ദൃശ്യങ്ങളുമൊക്കെ. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.